ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ്റെ റിവിഷനും അതിനോടൊപ്പം ചില പ്രീവിയസ് ബോർഡ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ചാപ്റ്റർ 1ൻ്റെ റിവിഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. രണ്ട് സെറ്റായിട്ടാണ് നമ്മളിവിടെ റിവിഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ റിഫ്ലക്ഷൻ്റെ കേസിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയിരുന്നത്? ഇമേജ് റിഫ്ലക്ഷൻ ഡിഫിനിഷൻ നോക്കി, അതുപോലെ ഇമേജ് ഫോർമേഷൻ ബൈ പ്ലെയിൻ മിറേഴ്സ്, സ്പെറിക്കൽ മിറേഴ്സ്, അവയുടെ പാർട്സ്, അതുപോലെ റേ ഡയഗ്രാംസ്, ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ്, അതുപോലെ സൈൻ കൺവെൻഷൻ, മാഗ്നിഫിക്കേഷൻ, മിറർ ഫോർമുല, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിഫ്ലക്ഷനകത്ത് നോക്കി. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, അതുപോലെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിലെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൂടി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോബ്ലം: A 3 cm tall object is placed 18 cm in front of a concave mirror of focal length 12 cm. At what distance from the mirror should a screen be placed to see a sharp image of the object on the screen? Also calculate the height of the image. For ഒരു 3 സെൻറ്റിമീറ്റർ ടാൾ ഒബ്ജക്റ്റ്, അതായത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ. അതെന്ത് ചെയ്തിരിക്കുന്നു? ഒരു കോൺകേവ് മിററിൻ്റെ മുന്നിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അവിടെ 18 സെൻറ്റിമീറ്റർ അകലെയാണ്, മിററിൽ നിന്ന് 18 സെൻറ്റിമീറ്റർ അകലെയാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫോക്കൽ ലെങ്ത് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. മിറർ ഇനി എന്താ നമുക്ക് നോക്കേണ്ടത്? മിററിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ഒരു ഷാർപ്പ് ഇമേജ് നമുക്കൊരു സ്ക്രീനിൽ കോട്ട് ചെയ്യാൻ കഴിയുക, അതായത് ഇമേജ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഓൾസോ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഫോംഡ്, ഇമേജിൻ്റെ ഹൈറ്റും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കോൺകേവ് മിററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു റഫ് സ്കെച്ച്, കോൺകേവ് മിററിൻ്റെ ഒരു റഫ് സ്കെച്ച് വരയ്ക്കണം. ഒരു കോൺകേവ് മിററാണ്. ഓക്കെ, ഇനി ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? F ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അതുപോലെ ഒബ്ജക്റ്റ് എത്ര സെൻറ്റിമീറ്റർ ടാളാണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് H വിച്ച് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ആൻഡ് ആൾസോ U ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ ആണ്. ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ആണ്, ഇമേജ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് U ഈസ് ഈക്വൽ ടു -18 സെൻറ്റിമീറ്റർ. നമ്മളിവിടെ സൈൻ കൺവെൻഷൻ വെച്ച് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇത് റൈറ്റ് സൈഡ് ആണല്ലേ, അതുപോലെ ഇത് ലെഫ്റ്റ് സൈഡുമാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് ഇത് പോളാണ്. പോളിന് റൈറ്റ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ മെഷർമെൻറ്റ് നടത്തുമ്പോൾ എന്ത് വരും? പോസിറ്റീവ് വരും. ലെഫ്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണെങ്കിൽ അതെല്ലാം നെഗറ്റീവും വരും. U എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്താണ്? പോളിന് ലെഫ്റ്റ് ആയിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്നത്. സോ U ബിക്കേം നെഗറ്റീവ്. ഇനി ഇതൊരു സ്പിയറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്തും എന്ത് വരും? നെഗറ്റീവായിട്ടേ വരികയുള്ളൂ. അപ്പോൾ ഇവിടെ -12 സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത്. ഫോക്കൽ ലെങ്ത് ഈസ് ആൾസോ നെഗറ്റീവ്. പക്ഷേ ഹൈറ്റ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒബ്ജക്റ്റ് ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസിന് എബോവ് ആയിട്ടാണ് ഹൈറ്റ് വരുന്നത്. സോ നമുക്ക് Y ആക്സിസിന് പാരലായിട്ട് നടത്തുന്ന ഒരു മെഷർമെൻറ്റ് ആയതുകൊണ്ട് അതെന്താണ്? പോസിറ്റീവായിട്ടായിരിക്കും. നമ്മൾക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇമേജ് ഡിസ്റ്റൻസ് V കണ്ടുപിടിക്കണം, അതുപോലെ ഇമേജ് ഹൈറ്റ് H' കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഫോക്കൽ ലെങ്ത് ഉണ്ട്, U ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് V കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോർമുല അപ്ലൈ ചെയ്യാം? മിറർ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ മിറർ ഫോർമുല എങ്ങനെയാണ്? 1/V + 1/U ഈസ് ഈക്വൽ ടു 1/F. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ എഴുതുമ്പോൾ എല്ലാ ഫോർമുലയും നല്ല കൃത്യമായിട്ട് എഴുതി അത് ലേബലൊക്കെ ചെയ്യണം. മിറർ ഫോർമുല ഓക്കെ, ഇങ്ങനെ എഴുതിയൊക്കെ വെക്കണം. അതുപോലെ യൂണിറ്റുകളെല്ലാം സ്പെസിഫൈ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനൊക്കെ മാർഗ്ഗമുള്ളതായിരിക്കും. സോ നമുക്ക് വേണ്ടത് V ആണ്. അപ്പോൾ 1/V എന്ന് പറയുന്ന ഇതിൽ നിന്ന് എന്ത് കിട്ടും? 1/F മൈനസ് 1/U. 1/F എത്രയാണ്? -12. സോ 1/-12 മൈനസ് 1/-18. മൈനസും മൈനസും പ്ലസ് ആവും. സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മളിത് എഴുതുമ്പോൾ എങ്ങനെയാണ്? -1/12 + 1/18. സോ വിച്ച് ഈസ് ഈക്വൽ ടു -18 + 12 divided by 12 into 18, which is equal to
-6/12 ഇൻറ്റു 18. 18ഉം 12ഉം കൂടെ 6ഉം കൂടെ ക്യാൻസലായാൽ നമുക്കിവിടെ 3 വരും. സോ -1/12 ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു -1/36. ഇതെന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 1/v അല്ലേ കിട്ടിയിരിക്കുന്നത്. 1/v ഈസ് ഈക്വൽ ടു -1/36 ആണ്. ദെയർഫോർ v ഈസ് ഈക്വൽ ടു എത്ര വരും? -36 വരും. ഇമേജ് v നെഗറ്റീവ് ആവാൻ കാരണം, അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് ഇവിടെ ഉള്ളത്, -36 സെൻറ്റിമീറ്റർ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്കതെന്ത് പറയാം? ഇമേജ് എവിടെ ആയിരിക്കും ഫോം ചെയ്യുന്നത്? കോൺകേവ് മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ v നെഗറ്റീവ് ആയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇമേജ് എങ്ങനെയാണ്? റിയൽ ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് വേണ്ടത് h' ആണ് അല്ലേ? h' എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് മാഗ്നിഫിക്കേഷൻ എമ്മിൻ്റെ ഫോർമുല അറിയാം. മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു എന്താണ്? h' ആണ് അല്ലേ? വിച്ച് ഈസ് ആൾസോ ഈക്വൽ ടു -v/u എന്നൊരു ഫോർമുല കൂടിയില്ലേ? സോ ഇതിൽ നിന്ന് നമുക്ക് h' വാല്യൂ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈ രണ്ട് സൈഡും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? h' ഈസ് ഈക്വൽ ടു -v/u എന്ന് കിട്ടും. v ഉണ്ട്, u ഉണ്ട്, ഒബ്ജക്റ്റ് ഹൈറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് ഹൈറ്റ് കണ്ടുപിടിച്ചുകൂടെ? സോ h' ഈസ് ഈക്വൽ ടു -v എത്രയാണ്? 36/u എത്ര കിട്ടിയേക്കുന്നത്? -18 ഇൻറ്റു h വരും. h എത്രയാ? 3 സെൻറ്റിമീറ്റർ അല്ലേ? h ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 18ഉം 3യും കൂടെ ക്യാൻസലാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ 6 കിട്ടും. 6ഉം 36ഉം കൂടെ ക്യാൻസലായി പോയിട്ട് 6 കിട്ടും. മൈനസും എന്താകും? പ്ലസ് ആകും. സോ മൈനസും പ്ലസ് ആവും. പിന്നെ ഓൾറെഡി നമുക്ക് ഇമേജിനൊരു -36 അല്ലേ? ഇമേജ് ഡിസ്റ്റൻസ് -36 ആണ്. അപ്പോൾ ആ മൈനസ് ഉണ്ടായതുകൊണ്ട് h ഈസ് ഈക്വൽ ടു എന്ത് വരും? -6 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ h' -6 സെൻറ്റിമീറ്റർ ആണ്. ഇമേജ് ഹൈറ്റ് മൈനസ് ആണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഇമേജ് താഴേക്കായിരിക്കും, പ്രിൻസിപ്പൽ ആക്സിസിന് ബിലോ ആയിട്ടായിരിക്കും ഉള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇമേജ് റിയൽ ആണ്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്, h' നെഗറ്റീവ് സൈൻ മൂലം നമുക്ക് എന്ത് പറയാം? അത് ഇൻവേർട്ടഡ് ആണ് എന്ന് പറയാം. അതുപോലെ ഇനി ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് h എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ? ഒബ്ജക്റ്റ് ഹൈറ്റ് h ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ആയിരുന്നു. എന്നാൽ ഇമേജ് ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ h ഈസ് ലെസ് ദാൻ h' ആണ്. അതായത് നമ്മൾക്ക് കിട്ടിയ ഇമേജ് കുറച്ചുകൂടി എൻലാർജ്ഡ് ആണ്. സോ റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് എൻലാർജ്ഡ് ആണ് നമുക്ക് കിട്ടിയ ഇമേജ്. അപ്പോൾ നമുക്കിനി ഇമേജിൻ്റെ നേച്ചർ കൂടി സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഈ യുവിൽ നിന്നും എച്ചിൽ നിന്നും അതുപോലെ h' നിന്നും ഒക്കെ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 5 cm tall object is placed at a distance of 30 cm from a convex mirror of focal length 15 cm. Find the position, size and nature of the image formed. അപ്പോൾ ഇവിടെ നമുക്ക് കോൺവെക്സ് മിറർ ആണുള്ളത്. അതിൻ്റെ മുൻപിൽ 5 സെൻറ്റിമീറ്റർ ടാളായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ h എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് മിറർ. അപ്പോൾ 30 സെൻറ്റിമീറ്റർ, u ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ ആണ്. u നെഗറ്റീവ് ആയിരിക്കും. സോ 30 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് f ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ, സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദി ഇമേജ് ആണ്. v കണ്ടുപിടിക്കണം, അതുപോലെ h' കണ്ടുപിടിക്കണം, അതുപോലെ അതിൻ്റെ നേച്ചറും കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് കോൺവെക്സ് മിറർ അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ ഒരു റഫ് ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. അത് നമുക്ക് തെറ്റിപ്പോകാതിരിക്കാനാണ്. അതുപോലെ സൈൻ കൺവെൻഷനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു റഫ് ഡയഗ്രാം വരയ്ക്കുന്നത് നന്നായിരിക്കും. ഒരു കോൺവെക്സ് മിററാണ്. ഇതിപ്പം സൈൻ കൺവെൻഷനുള്ള XY ആക്സിസ് ആണെന്നിരിക്കട്ടെ. ഇതെന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡാണ്, അതുപോലെ ഇത് ലെഫ്റ്റ് സൈഡാണ്. പോളിൽ നിന്നാണ് എല്ലാ മെഷർമെൻറ്റും എടുക്കുന്നതെന്നറിയാം. ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ്സ്, റൈറ്റ് സൈഡിലോട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലോട്ടുള്ളതെല്ലാം നെഗറ്റീവും ആയിരിക്കും. ഇപ്പോൾ ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ മിററിന്
ഓപ്പോസിറ്റ് ഈ സൈഡിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്തായിരിക്കും? ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഈ കോൺവെക്സ് മിററിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോക്കസ് എപ്പോഴും റൈറ്റ് സൈഡിലായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഇവിടെ +15 സെൻറ്റിമീറ്റർ വരുന്നത്. ഓക്കെ, +15 സെൻറ്റിമീറ്റർ ആണ് അവിടെ വരുന്നത്. നമുക്ക് കണ്ടെത്തേണ്ടത് വി ആണ്. അപ്പോൾ യു ഉണ്ട്, എഫ് ഉണ്ട്, നമുക്ക് വി കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ ഏത് ഫോർമുലയാണ് ഉള്ളത്? മിറർ ഫോർമുല. സോ 1/v + 1/u = 1/f. എപ്പോഴും ഇക്വേഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യണം. സോ വിച്ച് ഈസ് ദി മിറർ ഫോർമുല. ആൻഡ് ഫ്രം ഹിയർ വി ക്യാൻ ഫൈൻഡ് 1/v which is equal to 1/f minus 1/u which is equal to എത്ര വരും? 1/f 1/15 minus 1/-30. മൈനസും മൈനസും പ്ലസ് ആവും. സോ 1/15 plus 1/30 which is equal to 30 plus 15/30 into 15 which is equal to 45 divided by 30 into 15. 15ഉം 45ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 വരും. 3യും 30യും കൂടെ ക്യാൻസൽ ചെയ്താൽ 10 വരും. വിച്ച് ഈസ് ഈക്വൽ ടു 1/10. സോ വി ഈസ് ഈക്വൽ ടു എന്ത് വരും? 10 അല്ലേ. ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ 10 സെൻറ്റിമീറ്റർ വരും. വി പോസിറ്റീവാണ്. വി പോസിറ്റീവാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഇമേജ് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഫോം ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫോം ചെയ്യുന്ന ഇമേജ് ആണെങ്കിൽ എന്തായിരിക്കും അത്? വെർച്വൽ ഇമേജ് ആയിരിക്കും അല്ലേ. ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് മിറേഴ്സ് നമുക്കറിയാം വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ വി പോസിറ്റീവ് ആയതുകൊണ്ട് അതൊരു വെർച്വൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് H' ആണ്. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല നമുക്കറിയാം. മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു H'/h ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? -v/u അല്ലേ. സോ H'/h ഈസ് ഈക്വൽ ടു -v/u. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H' നമുക്ക് വാല്യൂ അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ബൈ h എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. 5 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വി എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ബൈ യു എത്രയാണ്? -30. സോ മൈനസും മൈനസും പ്ലസ് ആവും. അതുപോലെ 10ഉം 30യും കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 വരും. സോ H' ഈസ് ഈക്വൽ ടു 5/3. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1.67 സെൻറ്റിമീറ്റർ. സോ വിച്ച് ഈസ് പ്ലസ് 1.67 ആണ്. അപ്പോൾ H' പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മെഷർമെൻറ്റ് നടക്കുക? പ്രിൻസിപ്പൽ ആക്സിസിന് എബോവ് ആയിട്ടായിരിക്കും. സോ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് എബോവ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും നമുക്ക് ഫോം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറക്റ്റ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. h ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് കിട്ടിയ H' ഈസ് ഈക്വൽ ടു എന്താണ്? 1.67 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് H' ഈസ് ലെസ് ദാൻ h ആണ്. H' നമുക്ക് കിട്ടിയ ഇമേജ് ഒബ്ജക്റ്റിനെക്കാട്ടിലും ചെറിയ സൈസാണ്. സോ ഡിമിനിഷ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ സൈസ് ഒബ്ജക്റ്റിനെക്കാട്ടിൽ വളരെ ചെറിയ സൈസായിരിക്കും. അതുപോലെ ഇറക്റ്റ് ആണ്, വെർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ. An object is placed at a distance 60 cm from the convex mirror where the magnification produced is 1/2. Where should the object be placed to get a magnification of 1/3? അതായത് നമ്മൾക്കുള്ളത് ഒരു കോൺവെക്സ് മിറർ ആണ്. അതിൽ നിന്ന് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 60 സെൻറ്റിമീറ്റർ ആണ്. യു ഈസ് ഈക്വൽ ടു -60 സെൻറ്റിമീറ്റർ ആണ്. കോൺവെക്സ് മിറർ ആണ്. അപ്പോൾ നമുക്ക് കോൺവെക്സ് മിററിൻ്റെ ഇമേജ് അങ്ങ് വരയ്ക്കാം. സോ ഒരു കോൺവെക്സ് മിറർ ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് ഇവിടെ ആണല്ലോ. ലെഫ്റ്റ് സൈഡിലല്ലേ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്? റൈറ്റ് സൈഡാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ് നെഗറ്റീവാണ്. റൈറ്റിലോട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം പോസിറ്റീവാണ്. പോളിൽ നിന്ന് റൈറ്റിലോട്ടുള്ളതെല്ലാം പോസിറ്റീവാണ്. സോ യു എന്ന് പറയുന്നത് നെഗറ്റീവാണ് ഓൾറെഡി. ഇനി കോൺവെക്സ് മിററിൽ നിന്ന് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് 60 സെൻറ്റിമീറ്റർ അകലെയാണ്. മാഗ്നിഫിക്കേഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നിഫിക്കേഷൻ m എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി നമ്മളുടെ ചോദ്യം, വേർ ഷുഡ് ദ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ് ടു ഗെറ്റ് എ മാഗ്നിഫിക്കേഷൻ ഓഫ് 1/3? അപ്പോൾ മാഗ്നിഫിക്കേഷൻ 1/3 ആകുമ്പോഴുള്ള ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ കോൺവെക്സ് മിററിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും.
കാരണം നമ്മൾക്കിവിടെ ഉള്ളത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ എപ്പോഴും എന്തായിരിക്കും, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനിലെ ആൻസറിലേക്ക് വരാം. സോ എം ഈസ് ഈക്വൽ ടു, നമുക്കൊരു ഫോർമുല അറിയാം, -v/u അല്ലേ. എം ഈസ് ഈക്വൽ ടു -v/u ആണ്. അപ്പോൾ എം ഇവിടെ എത്രയാണ്, 1/2. 1/2 ഈസ് ഈക്വൽ ടു -v/u എത്രയാണ്, -60. സോ v ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ പ്ലസ് ആവും, v ഈസ് ഈക്വൽ ടു 60/2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് v കിട്ടി, u കിട്ടി. പക്ഷേ ഇനി നമ്മൾ മാഗ്നിഫിക്കേഷൻ, നമ്മുടെ ചോദ്യം u കണ്ടുപിടിക്കാനാണ്, m 1/3 ആകുമ്പോൾ. അതായത് മാഗ്നിഫിക്കേഷൻ 1/3 ആകുമ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാറും. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇമേജ് ഡിസ്റ്റൻസ് മാറും. ഇപ്പോൾ എമ്മും വിയും ഓൾവേസ് വേരി ചെയ്യുന്ന, ഈ പ്രോബ്ലത്തിലായാലും എമ്മും വിയും എന്ത് ചെയ്യും, ഓൾവേസ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ടേംസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ടേം ആവശ്യമാണ്. അത് ഒരു മിററിൻ്റെ കേസിൽ എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ളത് എന്തായിരിക്കും, അതിൻ്റെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും അല്ലേ. സോ നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് മിറർ ഫോർമുല അറിയാം, 1/v + 1/u ഈസ് ഈക്വൽ ടു 1/f. Therefore ഇവിടെ 1/v എത്രയാണ്, v എത്രയാണ് 30 പ്ലസ് 1/u 1/-60 വിച്ച് ഈസ് ഈക്വൽ ടു 1/f. അപ്പോൾ എത്ര കിട്ടും, 1/f ഈസ് ഈക്വൽ ടു -60 + 30 divided by 30 into -60 which is equal to -30 divided by 30 into -60. അപ്പോൾ ഈ മൈനസും ഇവിടുത്തെ മൈനസും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ 30 കൂടെ ക്യാൻസൽ ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു 1/60 വരും. സോ ഫോക്കൽ ലെങ്ത് എഫ് ഈസ് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ് ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ. കാരണം നമ്മളിവിടെ ഒരു സ്പിയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് ഇതിന് ഇൻസൈഡ് വരും. അതുപോലെ നമ്മൾ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടായിരിക്കും. സോ വി ഗെറ്റ് പോസിറ്റീവ് ഫോക്കൽ ലെങ്ത്. ഇനി നമ്മൾക്ക് വേണ്ടത് എം 1/3 ആയിരിക്കുമ്പോൾ, എം ഈക്വൽ ടു 1/3 ആയിരിക്കുമ്പോൾ ഉള്ള ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. സോ അവിടെ നമുക്കറിയാം എം ഈസ് ഈക്വൽ ടു എന്താണ്, -v/u ആണ് അല്ലേ. സോ എം 1/3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -v/u. സോ -v ഇവിടെ നിന്ന് എത്ര കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു u/3. സോ v ഈസ് ഈക്വൽ ടു -u/3 ആണ്. അപ്പോൾ മിറർ ഫോർമുല അറിയാം, 1/v + 1/u വിച്ച് ഈസ് ഈക്വൽ ടു 1/f ആണ്. സോ നമ്മൾ 1/vക്ക് പകരം എന്ത് കൊടുക്കുന്നു, -u/3 കൊടുക്കുന്നു. സോ 1/-u/3 പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/f. സോ 1/f ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, -3/u പ്ലസ് 1/u വിച്ച് ഈസ് ഈക്വൽ ടു -3 + 1/u. 3യിൽ നിന്ന് -3 + 1 എത്രയാണ്, -2/u. സോ 1/f ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, -2/u ആണ്. 1/f അറിയാം, f എത്രയാണ്, 60 ആണ് അല്ലേ. 1/60 ഈസ് ഈക്വൽ ടു -2/u. സോ u ഈസ് ഈക്വൽ ടു -2 into 60 which is equal to -120 സെൻറ്റിമീറ്റർ. സോ നമുക്ക് u കിട്ടി. m 1/3 ആയിരിക്കുമ്പോൾ u എത്രയായിരിക്കും, u ഈസ് ഈക്വൽ ടു -120 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത സെക്ഷനാണ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ്റെ സെക്ഷനിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിരുന്നു, റിഫ്രാക്ഷൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. അതുപോലെ സ്പെറിക്കൽ ലെൻസ്, അവയുടെ പാർട്സ്, റേ ഡയഗ്രാം, ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസസ്, സൈൻ കൺവെൻഷൻ, മാഗ്നിഫിക്കേഷൻ, ലെൻസ് ഫോർമുല, പവർ, ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി അതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ നോക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ഇടയ്ക്കൊന്നുകൂടി റിഫ്രഷ് ചെയ്യാം. സോ ദ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ് of focal length 100 cm to obtain an erect image of double its size. അതായത് നമ്മൾക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്,
യു ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒബ്ജക്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, യു ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുമ്പിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അവിടെ ഫോക്കൽ ലെങ്ത് എഫ് തന്നിട്ടുണ്ട്, 100 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ടു ഒപ്റ്റെയിൻ ആൻ ഇറക്റ്റ് ഇമേജ് ഓഫ് ഡബിൾ ഇറ്റ് സൈസ്. ഒരു ഇറക്റ്റ് ഇമേജ് ആണ് ഒപ്റ്റെയിൻ ചെയ്യേണ്ടത്. ഇറക്റ്റ് ഇമേജ് ആണ് എന്ന് പറയുമ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഇറക്റ്റ് ഇമേജ് ഉണ്ടാവുന്നത് ലാസ്റ്റ് കേസിൽ മാത്രമാണ്. വെർച്വൽ ഇമേജ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത് അല്ലേ, വെർച്വൽ കേസാണ്. അതുപോലെ ഡബിൾ ഇറ്റ് സൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, മാഗ്നിഫിക്കേഷൻ 2 ഇരട്ടി, എം ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. അതായത് ഒബ്ജക്റ്റിനെക്കാട്ടിലും 2 ഇരട്ടി ഹൈറ്റുള്ള 2h' ആയിരിക്കും ഉള്ളത്. ഇമേജിൻ്റെ ഹൈറ്റ് എത്ര ആയിരിക്കും, 2h'. ഒബ്ജക്റ്റിനെക്കാട്ടിലും h' ഈസ് ഈക്വൽ ടു h' ഈസ് ഈക്വൽ ടു എന്ത് വരും, 2h. ഒബ്ജക്റ്റിനെക്കാട്ടിലും 2 ഇരട്ടി ഹൈറ്റ് കാണും ഇമേജിന്. സോ നമുക്ക് മാഗ്നിഫിക്കേഷൻ അറിയാം, എം ഈസ് ഈക്വൽ ടു എന്താണ്, h'/h അല്ലേ. സോ 2h/h വരുമ്പോൾ എന്ത് കിട്ടും, മാഗ്നിഫിക്കേഷൻ 2 കിട്ടും. അങ്ങനെയാണ് എം നമ്മൾ 2 ആയിട്ട് എടുക്കുന്നത്. കോൺവെക്സ് ലെൻസിൻ്റെ കേസാണ് എപ്പോഴും നമ്മളൊരു റഫായിട്ടുള്ളൊരു ഡയഗ്രാം നമുക്ക് പ്രോബ്ലംസ് തെറ്റാതിരിക്കാൻ വേണ്ടി വരയ്ക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഒപ്റ്റിക്കൽ സെൻറ്ററാണ് ഇവിടുത്തെ ഒരു റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഒപ്റ്റിക്കൽ സെൻറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ XY ആക്സിസ് വരയ്ക്കുന്നു. ഇനി സൈൻ കൺവെൻഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇത് റൈറ്റ് ഹാൻഡ് സൈഡാണ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. സോ റൈറ്റ് സൈഡിലോട്ടുള്ള മെഷർമെൻറ്റ്സ്, പ്രിൻസിപ്പൽ ആക്സിസിന് എല്ലാമായിട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടെല്ലാം നെഗറ്റീവുമായിരിക്കും. ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ പോസിറ്റീവാണ്, യു എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കുമല്ലോ. ഇമേജ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവുമായിരിക്കും. അതുപോലെ എം എന്താണ്, പോസിറ്റീവാണ്. വെർച്വൽ കേസ് ആയതുകൊണ്ട് എം പോസിറ്റീവാണ്. സോ നമ്മൾക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ അറിയാം. ഇൻ ദ കേസ് ഓഫ് ലെൻസിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല എന്താണ്, V/U ആണ് അല്ലേ. സോ എം ഇവിടെ നമുക്ക് 2 ആണ്. അതുപോലെ വിച്ച് ഈസ് ഈക്വൽ ടു V/U എന്ന് വരും. സോ വി ഗെറ്റ് V ഈസ് ഈക്വൽ ടു 2U എന്നാണ് കിട്ടുന്നത്. സോ നമുക്ക് യുവുമില്ല വിയുമില്ല. പിന്നെ ഇവിടെ നമുക്കതുകൊണ്ട് ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ലെൻസ് ഫോർമുല എന്താണ്, 1/V മൈനസ് 1/U ഈസ് ഈക്വൽ ടു 1/F ആണ് ലെൻസ് ഫോർമുല. ഈ ലെൻസിൻ്റെയും മിററിൻ്റെയും കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ്റെ കേസിലാണെങ്കിൽ മൈനസ് വന്നാൽ, ഇവിടെ ഒരു മൈനസും കൂടെ വന്നാൽ അത് മിററിൻ്റെ കേസിലുള്ളതാണ്. അതുപോലെ ഇവിടെ പ്ലസ് വന്നാൽ അത് മിറർ ഫോർമുലയായി പോവും. സോ അതൊക്കെ ഓൾവേസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇനി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. വി എത്രയാണ്, 2U ആണ്. സോ 1/2U മൈനസ് 1/U വിച്ച് ഈസ് ഈക്വൽ ടു 1/F. ദാറ്റ് ഈസ് U മൈനസ് 2U ബൈ 2U ഇൻറ്റു U ഈസ് ഈക്വൽ ടു F എത്രയാണ്, 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1/100. സോ വി ഗെറ്റ് എന്താണ്, 1/100 ഈസ് ഈക്വൽ ടു മൈനസ് 2U ബൈ 2U സ്ക്വയർ. മൈനസ് U ബൈ 2U സ്ക്വയർ. സോ യുവും ക്യാൻസലായി പോവും, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/2U. സോ നമ്മൾക്കിതിന് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 100 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2U അല്ലേ. സോ U ഈസ് ഈക്വൽ ടു മൈനസ് 100/2 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് U കിട്ടിയിട്ടുണ്ട് മൈനസ് 15 സെൻറ്റിമീറ്റർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോൺകേവ് ലെൻസ് ഹാസ് ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫോക്കൽ ലെങ്ത് നമുക്ക് 15 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ അറ്റ് what distance should the object from the lens be placed so that it forms an image at a 10 cm away from the lens? Also find the magnification produced by the lens. അപ്പോൾ ഒരു കോൺകേവ് ലെൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് പ്ലേസ് ചെയ്തിരിക്കേണ്ടത്, അതായത് U ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വിയും തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ എന്ന്. അതുപോലെ മാഗ്നിഫിക്കേഷൻ എമ്മും കണ്ടുപിടിക്കണം. ഇതിനു വേണ്ടി നമ്മൾ ആദ്യമേ റഫ് ആയിട്ട് ഒരു സ്കെച്ച് വരയ്ക്കുകയാണ്. കോൺകേവ് ലെൻസിൻ്റെ ഒരു റഫ് സ്കെച്ച് വരയ്ക്കുന്നു. ഒപ്റ്റിക്കൽ സെൻറ്റർ, ഓക്കെ. സൈൻ കൺവെൻഷൻ വെച്ച് ഇത് ലെഫ്റ്റ് റൈറ്റിലോട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം എങ്ങനെയാണ്, പോസിറ്റീവാണ്.
ലെഫ്റ്റിലോട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം നെഗറ്റീവാണ്. ഇനി അതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് കോൺകേവ് ലെൻസിൻ്റെ കേസിൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ എഫ് ഇസിക്വൽ ടു -15 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ബി എന്ന് പറയുന്നത് കോൺകേവ് ലെൻസിൻ്റെ കേസിൽ നമുക്ക് വെർച്വൽ ഇറക്റ്റ് ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. സോ വെർച്വൽ ഇമേജ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. സോ വിയും എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് -10 സെൻറ്റിമീറ്റർ ആയിരിക്കും വി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യു ആണ്. അതിനുവേണ്ടി വിയും ഉണ്ട് എഫും ഉണ്ട്. നമുക്ക് ഏത് ഫോമിൽ ഉപയോഗിക്കാം? ലെൻസ് ഫോർമുല അല്ലേ? 1/v -1/u വിച്ച് ഈസ് ഈക്വൽ ടു 1/f. ദാറ്റ് ഈസ് 1/v എത്രയാണ്? മൈനസ്, ഇപ്പം 10 വരും അല്ലേ? -10 ആയതുകൊണ്ട് മൈനസ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. -1/10 -1/u വിച്ച് ഈസ് ഈക്വൽ ടു 1/-15. സോ ആ മൈനസ് ഇവിടെ ഞാൻ കൊടുക്കുന്നു. സോ നമുക്ക് 1/u ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? -1/10 പ്ലസ് 1/15. സോ 15 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 15 which is equal to -5 divided by 10 into 15. 5ഉം 15ഉം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 3. സോ which is equal to -1/30. 1/u ആണ് നമുക്ക് -1/30 എന്ന് കിട്ടുന്നത്. സോ നമുക്ക് u ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? u ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ -30 സെൻറ്റിമീറ്റർ എന്നായിരിക്കും u കിട്ടുന്നത്. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണ്? യു കിട്ടി. യു ആയിരുന്നു നമ്മളോടൊന്ന് ചോദിച്ചിരുന്നത്. ഓൾസോ ഫൈൻഡ് ഇനി മാഗ്നിഫിക്കേഷനും നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്കിനി എം ആണ് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു എത്രയാണ്? v/u. സോ v ഈസ് ഈക്വൽ ടു -10 ആണ്. അതുപോലെ യു എന്ന് പറയുന്നത് -30 ആണ്. സോ 10ഉം 30ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 1/3. മൈനസ് മൈനസ് കൂടെ പോകും. സോ വി ഗെറ്റ് 1/3 വിച്ച് ഈസ് ഈക്വൽ ടു 0.33. An image 2/3 of the size of the object is formed by convex lens at a distance 12 cm from it. Find the focal length of the lens. ഇപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും ഉണ്ടാകുന്ന ഇമേജിന്റെ സൈസ് 2/3 ടൈംസ് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിനെക്കാട്ടി 2/3 ടൈംസ് ഇരട്ടിയായിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് ഫോം ചെയ്യുന്നത്. അറ്റ് എ ഡിസ്റ്റൻസ് 12 സെൻറ്റിമീറ്റർ. അതായത് വി തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്ററിന്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ്. സോ ഒരു കോൺവെക്സ് ലെൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ടുള്ളതെല്ലാം എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലോട്ടുള്ളതെല്ലാം നെഗറ്റീവും ആയിരിക്കും. സോ ഇവിടെ നമുക്ക് മാഗ്നിഫിക്കേഷൻ ആണ് തന്നിരിക്കുന്നത് 2/3 എന്ന്. ഒബ്ജക്റ്റിനെക്കാട്ടിലും 2/3 ടൈംസ് വലുപ്പമുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. സോ 2/3 എന്നുള്ളത് നമ്മുടെ മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷന്റെ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ മാഗ്നിഫിക്കേഷൻ 2/3 എന്ന് പറയുന്നത് <1 ആണ്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ലാസ്റ്റ് നമ്മൾ 6th കേസ് പറഞ്ഞില്ലേ, അതാണ് വെർച്വൽ കേസ്. വെർച്വൽ ആയിട്ട് ഇമേജ് ഫോം ചെയ്യുന്നത്. അതുപോലെ എൻലാർജ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ വെർച്വൽ എൻലാർജ്ഡ് കേസിലാണ് എം പോസിറ്റീവ് ആവുന്നത്. പക്ഷെ അവിടെ അറിയാം എൻലാർജ്ഡ് ആണ് എന്ന്. അതായത് മാഗ്നിഫിക്കേഷൻ >1 വന്നാലേ അതെന്താകുകയുള്ളൂ? വെർച്വൽ ആവുകയുള്ളൂ. എന്നിരുന്നാൽ മാത്രമേ എം എന്താവുകയുള്ളൂ? പോസിറ്റീവ് ആകത്തുള്ളൂ. എന്നാൽ ഈ കേസിൽ എം 1നേക്കാട്ടിൽ വളരെ കുറവാണ്. ആ ഒരു സിറ്റുവേഷനിൽ എം എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറയുന്നത് റിയൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വി തന്നിട്ടുണ്ട് 12 സെന്റിമീറ്ററിന്. പക്ഷേ വി എങ്ങനെയാണ്? ഇമേജ് റിയൽ, ഇവിടെ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഈ സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് പോസിറ്റീവ് ആയിരിക്കും ഇമേജ് ഡിസ്റ്റൻസ്. സോ ഇവിടെ പോസിറ്റീവ് പ്ലസ് 12 സെന്റിമീറ്റർ ആണ് വി എന്ന് പറയുന്നത്. നമുക്ക് കണ്ടെത്തേണ്ടത് ഫോക്കൽ ലെങ്ത് എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നിഫിക്കേഷന്റെ ഫോർമുല നമുക്കറിയാം, എം ഈസ് ഈക്വൽ ടു v/u ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഓൾറെഡി എം ഈസ് ഈക്വൽ ടു എന്താണ്? -2/3 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പം -2/3 വിച്ച് ഈസ് ഈക്വൽ ടു വി എത്രയാണ്? +12 ആണ് ഡിവൈഡഡ് ബൈ യു. സോ യു എത്ര വരും? 12 ഇൻറ്റു -3/2 അല്ലെ. ഇത് ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ -3/2 ആവും.
സോ വിച്ച് ഈസ് ഈക്വൽ ടു 6. ഇവിടെ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു -18 സെന്റിമീറ്റർ. അപ്പോൾ യു എന്ന് പറയുന്നത് നമ്മൾക്ക് 18 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ വേണം? യു ഉണ്ട്, വി ഉണ്ട്. അപ്പോൾ നമുക്ക് ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. സോ 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f. വി എത്രയാണ്? 12 ആണ്. മൈനസ് 1/u. യു എത്രയാണ്? -18 അല്ലേ? സോ 1/-18 വിച്ച് ഈസ് ഈക്വൽ ടു 1/f. മൈനസും മൈനസും കൂടെ പ്ലസ് ആയിപ്പോ. 1/f ഈസ് ഈക്വൽ ടു 18 പ്ലസ് 12 divided by 12 into 18. So we get 30 divided by 12 into 18. 13, 18 കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 5 വരും, 6 വെച്ച് ക്യാൻസൽ ചെയ്യാണ്. സോ ഇവിടെ 3 വരും. സോ വി ഗെറ്റ് 5/12 into 3, 36. സോ 1/f ആണ് 5/36 ഇട്ടിരിക്കുന്നത്. സോ f is equal to 36 divided by 5 ആയിരിക്കും, which is equal to 7.2 സെന്റിമീറ്റർ. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പവറിനെ ഡിപ്പെൻഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ നേച്ചർ ആൻഡ് പവർ ഓഫ് എ ലെൻസ് വിച്ച് ഫോംസ് എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് മാഗ്നിഫിക്കേഷൻ -1 അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 സെന്റിമീറ്റർ ഫ്രം ഇറ്റ്സ് ഒപ്റ്റിക്കൽ സെന്റർ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നേച്ചർ ആൻഡ് പവർ ഓഫ് ലെൻസ്. ഏത് ലെൻസാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ ആ ലെൻസിന്റെ നേച്ചറും ഏത് ലെൻസാണെന്ന് കണ്ടുപിടിക്കണം, അതിന്റെ പവർ കണ്ടുപിടിക്കണം. ഉണ്ടാകുന്ന ഇമേജ് റിയൽ ആണ് ഇൻവേർട്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാഗ്നിഫിക്കേഷൻ -1 ആണ്. അതുപോലെ ഇമേജ് ഡിസ്റ്റൻസ് 40 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് -1 അറ്റ് എ ഡിസ്റ്റൻസ് 40 സെന്റിമീറ്റർ ഫ്രം ഇറ്റ്സ് ഒപ്റ്റിക്കൽ സെന്റർ. ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് വിത്ത് എ മാഗ്നിഫിക്കേഷൻ -1 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ലെൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ തന്നിട്ടുള്ളത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്നല്ലേ. നമുക്ക് രണ്ട് ലെൻസ് അറിയാം, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺകേവ് ലെൻസിന്റെ കേസിൽ ഓൾവേസ് എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഇവിടെ കോൺകേവ് ലെൻസ് ആയിരിക്കില്ല ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടാകുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. സോ നമ്മളുടെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ഇനി കോൺവെക്സ് ലെൻസിന്റെ ഒരു റഫ് ഫിഗർ നമുക്ക് വരയ്ക്കാം. സോ ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നാണ് നമ്മൾ മെഷർമെന്റ് നടത്തുന്നത്. റൈറ്റ് സൈഡിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ്, അതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് നടത്തുന്ന പ്രിൻസിപ്പൽ ആക്സിസിന് അലോങ് ആയിട്ടുള്ളതെല്ലാം നെഗറ്റീവും ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട് -1 ആണെന്ന്. ആൾസോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ഇമേജസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും ഫോം ചെയ്യുന്നത്. അതുപോലെ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ 1 ആണ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റും സൈസ് ഓഫ് ദി ഇമേജും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഇമേജ് ഫോർമേഷൻ കേസ് കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒബ്ജക്റ്റ് അറ്റ് 2f ആയിരിക്കുമ്പോഴാണ്. ഒബ്ജക്റ്റ് 2f1ലും അതുപോലെ ഇമേജ് ഫോം ചെയ്യുന്നത് 2f2ലും ആകുന്ന കേസിലാണ് നമ്മൾക്ക് എം എന്ന് പറയുന്നത് വളരെ സെയിം സൈസ് ആകുന്നത്. ഒബ്ജക്ട് സൈസും ഇമേജ് സൈസും സെയിം ആകുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എമ്മിന്റെ ഫോർമുല അറിയാം. എം ഈസ് ഈക്വൽ ടു v/u ആണ്. ആൾസോ ഹിയർ നമുക്ക് v തന്നിട്ടുണ്ട്. v ഈസ് ഈക്വൽ ടു എത്രയാണ്? 40 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഇമേജ് റൈറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ എപ്പോഴും ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ വി ഈസ് ആൾസോ പോസിറ്റീവ്. വി ഈസ് ഈക്വൽ ടു +40 സെന്റിമീറ്റർ ആണ്. സോ എം -1 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫോർമുലയിലേക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വി എന്ന് പറയുന്നത് 40 ആണ്, ഡിവൈഡ് ബൈ യു. സോ യു ഈസ് ഈക്വൽ ടു വി ഗെറ്റ് -40 സെന്റിമീറ്റർ. ഓക്കെ, അതല്ല എങ്കിൽ നമുക്ക് അറിയാം ഇമേജ് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് 2f1ലാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ ഇമേജ് ഉള്ളത് 2f2ലാണ്. ഈ 2f2 എന്ന് പറയുന്നത് സെന്റർ ആണ്. അതായത് അങ്ങോട്ടും
ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് റൈറ്റിലോട്ടും ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ടുമുള്ള ഡിസ്റ്റൻസ്, അതായത് യുവും വിയും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. സൈനിലുള്ളാവുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ മാഗ്നിഫിക്കേഷന്റെ ഈ ഫോർമുലയിൽ ഇട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കിട്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേച്ചർ കണ്ടുപിടിച്ചു. ഇനിയുള്ളത് പവർ ആണ് അല്ലെ. പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/f ആണ്. സോ യു ഉണ്ട് വിയും ഉണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ആണ്. സോ നമുക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും? ലെൻസ് ഫോർമുല. സോ ലെൻസ് ഫോർമുല ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u വിച്ച് ഈസ് ഈക്വൽ ടു 1/f ആണ്. സോ 1/v, v എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. സോ 1/40 minus 1/-40 which is equal to 1/f. മൈനസും മൈനസും കൂടെ പ്ലസ് ആവും, which is equal to 1/40 plus 1/40 which is equal to 2/40, that is 1/20. 1/f 20 ആണ്. അല്ലെങ്കിൽ നമുക്ക് f is equal to എന്തെന്ന് വരും? 20 സെന്റിമീറ്റർ എന്ന് വരും. സോ എഫ് സെന്റിമീറ്ററിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഫോക്കൽ ലെങ്തിനെ നമ്മൾ മീറ്ററിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സോ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. സോ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1/100 മീറ്റർ ആണ്. സോ 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 20 into 1/100 മീറ്റർ ആണ്. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു 20/100, ദാറ്റ് ഈസ് 2/10 മീറ്റർ ആണ് അല്ലേ. സോ നമുക്ക് വേണ്ടത് പവർ ആണ്. പവർ ഈസ് ഈക്വൽ ടു 1/f ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10/2, ദാറ്റ് ഈസ് എത്ര വരും? 5 ഡയോപ്റ്റർ. പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ. അപ്പൊ പവറും കിട്ടി. നേച്ചർ ഓഫ് ദി ലെൻസ് എത്രയാണ്? നേച്ചർ നമുക്ക് കോൺവെക്സ് ലെൻസ് ആണ് നമുക്കുള്ളത്. അതുപോലെ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. പവർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? ഫോക്കൽ ലെങ്തിനെയാണ്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയതുകൊണ്ട് പവറും പോസിറ്റീവ് ആയിരിക്കും. ഇതുവരെയുള്ള ഫസ്റ്റ് ചാപ്റ്ററിന്റെ എല്ലാ പോർഷൻസിന്റെയും ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക. അതുപോലെ റിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക.